Now let's see the salient features of ADC 0800, which is compatible with almost all kind of 8-bit processors. ADC 0800 is an 8-bit monolithic analog to digital converter. Its block diagram and internal architecture is given. ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലെ പ്രധാനമായിട്ടുള്ള കോമ്പണൻസ് ഈ 3 കോമ്പണൻസ് ആണ്. First of all, it consists of a 256 equal resistance say R network and analog switches connected between the positive and negative ends of the reference voltage between pin number 15 and pin number 5. Reference voltage in the positive negative endകൾക്കിടയിൽ സീരീസിൽ ശ്രേണിയിൽ 256 ഈക്വൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് പകുതി വരുന്ന റെസിസ്റ്റൻസിന്റെ അവിടെ നിന്ന് ഒരു അനലോഗ് സ്വിച്ച്. അപ്പൊ ആ ഭാഗത്ത് വോൾട്ടേജ് എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? റെഫറൻസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 256 ഇൻറ്റു ഇതിന്റെ പകുതി 128. അപ്പോൾ 128 by 256 that will make it say V reference divided by 2. അതുമായിട്ടാണ് അനലോഗ് ഇൻപുട്ട് വോൾട്ടേജിനെ ഫസ്റ്റ് കമ്പാരിസൺ നടത്തേണ്ടത് നമ്മൾ പറഞ്ഞ സക്സസീവ് അപ്രോക്സിമേഷൻ പ്രൊസീജിയറിൽ. പിന്നെ അടുത്ത ഫ്രാക്ഷൻ വരേണ്ടി വരുന്നത് 1/4 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് വീണ്ടും അനലോഗ് സ്വിച്ചസ്. അങ്ങനെ 8 ഡിഫറെന്റ് പോയിന്റ്സിൽ നിന്ന് അനലോഗ് സ്വിച്ചസിന്റെ കോണ്ടാക്ട് ഈ 8 ഡിഫറെന്റ് ലൊക്കാലിറ്റിയിലുള്ള റെസിസ്റ്റൻസുകളിൽ നിന്ന് എടുക്കും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. It consists of a 256 equal resistance network that could divide the reference voltage in terms of as fractions in terms of different powers of 2. ആ വോൾട്ടേജ് ഫ്രാക്ഷൻ ഈ റെസിസ്റ്റൻസ് നെറ്റ്വർക്കിൽ നിന്ന് എടുത്തിട്ട് ഒരു കമ്പാരറ്ററിലേക്കാണ് കൊടുക്കുന്നത്. ഒരു കമ്പാരറ്ററിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക്. And to the inverting terminal we will be supplying the analog input voltage that is to be converted into digital word, corresponding digital word. ഈ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് അപ്പൊ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ സക്സസീവ് അപ്രോക്സിമേഷന്റെ സ്റ്റാറ്റസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് കൂടുതലും ഇത് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രാക്ഷൻ റെഫറൻസ് വോൾട്ടേജിന്റെ ഫ്രാക്ഷൻ കുറവുമാണെങ്കിൽ ഇത് മൈനസ് വി സാച്ചുറേഷനിലേക്ക് സ്വിച്ച് ചെയ്യും. അതെല്ലാം നേരെ തിരിച്ചാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചുറേഷനിലേക്ക് സ്വിച്ച് ചെയ്യും. ഇത് അനുസരിച്ച് സെലക്ഷൻ നടത്തുന്ന സെലക്ഷൻ ലോജിക് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ് ADC 0800യുടെ അടുത്ത പാർട്ട്. That is referred to as the selection and control logic, which depending upon the status of the output of the comparator will be making a corresponding bit high or say low, as we have seen in the theoretical aspect of the successful approximation procedure. ഇവിടെ വേറെ 1-2 പിന്നുകളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിൻ നമ്പർ 11 ക്ലോക്ക്, ഇതിനാവശ്യമായിട്ടുള്ള ക്ലോക്ക് സിഗ്നൽ കൊടുക്കാൻ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. 8 VGG 10 VSS 5 വോൾട്ട്, ഇത് -12 വോൾട്ട് നമ്മൾ തൊട്ട് മുന്നിലെ സ്ലൈഡിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. പിൻ നമ്പർ 6, there is given the name start of conversion. It is to this pin a high pulse needed to be supplied from the microprocessor using some software instruction, and that is needed for starting the conversion of the analog input voltage impressed on the comparator to the corresponding digital word. അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ ADC ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. And this is pin number 9, which is an outgoing line which is referred to as the end of conversion signal. Once the digital word corresponding to the analog input voltage is generated by the ADC via this act of analog to digital conversion, it will tell the processor that the conversion is over, so that the processor can now take the digital word corresponding to the analog input voltage impressed upon the device. അപ്പോൾ അത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് എൻഡ് ഓഫ് കൺവേർഷൻ സിഗ്നൽ. ഈ എൻഡ് ഓഫ് കൺവേർഷൻ സിഗ്നൽ അപ്പോൾ സംഭവിക്കുക വൺസ് കൺവേർഷൻ കഴിഞ്ഞാൽ 8 ബിറ്റ് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സെലക്ഷൻ ലോജിക്ക്
ADC 0800 സെലക്ഷൻ ലോജിക്ക് മൈക്രോ പ്രോസസ്സറിന് ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ അയക്കും. കൺവേർഷൻ കഴിഞ്ഞിരിക്കുന്നു. ഡിജിറ്റൽ വേർഡ് ഇപ്പം ഇതിൽ അവൈലബിൾ ആണ്, ADCയിൽ അവൈലബിൾ ആണ്. ADCയിൽ നിന്ന് ഈ ഡിജിറ്റൽ വേർഡ് മൈക്രോ പ്രോസസ്സറിന്റെ ഏതെങ്കിലും ഒരു പോർട്ട് 8255 പോർട്ട് ഇൻപുട്ട് പോർട്ട് ആക്കി പ്രോഗ്രാം ചെയ്തതിലൂടെ അകത്തേക്ക് എടുക്കാവുന്നതാണ് എന്ന ഇൻഡിക്കേഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുക. And the final part, that is an 8-bit latch. അത് 8-bit രജിസ്റ്റർ ആണ്. രജിസ്റ്റർ എന്ന പർപ്പസിന് വേണ്ടിയല്ല അത് യൂസ് ചെയ്യുക, ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഓരോ ബിറ്റും ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ 1 എങ്കിൽ 1, 0 എങ്കിൽ 0, കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ആ വാല്യൂ ലോഡ് ചെയ്യുന്ന ലാച്ച്, 8-bit ലാച്ച്. ഇവിടെ നമ്മൾ ഇതിന്റെ ബിറ്റ് പൊസിഷൻസ് കാണിച്ചിട്ടുണ്ട്, MSB മുതൽ LSB വരെയുള്ളത്. അപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് 256R നെറ്റ്വർക്കിലെ എക്സാക്ട് മിഡ് പോയിന്റിൽ റെഫറൻസ് വോൾട്ടേജിന്റെ പകുതിയും ഈ ഇൻപുട്ട് വോൾട്ടേജും കൂടെ കമ്പാരിസൺ നടത്തും. ആ സ്റ്റാറ്റസ് അനുസരിച്ച് സെലക്ഷൻ ആൻഡ് കൺട്രോൾ ലോജിക്ക് ഇതിന്റെ MSB ബിറ്റ് 1 എങ്കിൽ 1, 0 എങ്കിൽ 0 ആക്കിയിട്ട് മാറ്റും. ആ വാല്യൂ ഈ 8-bit ലാച്ചിന്റെ MSB ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് റൈറ്റ് ചെയ്യും. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഹാഫ് ഉണ്ടെങ്കിൽ ആ വാല്യൂ പ്ലസ് 1/4 ഓഫ് റെഫറൻസ് വോൾട്ടേജുമായിട്ട് വീണ്ടും കമ്പാരിസൺ നടത്തും. MSB കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള ബിറ്റിന്റെ പ്ലേസ് വാല്യൂ തീരുമാനിച്ച് അവിടെ പ്ലേസ് ചെയ്യും. ആൻഡ് വൺസ് ദിസ് കൺവേർഷൻ ഈസ് ഓവർ, ഇറ്റ് വിൽ ബി സെൻഡിങ് എ ഹൈ സ്റ്റാറ്റസ് സിഗ്നൽ ടു ദി മൈക്രോ പ്രോസസർ to say probably an interrupt line, or if it is in asynchronous data transfer mode, then the signal will be given to the ready line of the processor, so that the processor will understand that the act of conversion is over. It can have the digital word from the 8-bit latch. Now, ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഔട്ട്പുട്ട് വോൾട്ടേജ് കോംപ്ലിമെന്ററി ആയിട്ടാണ് കിട്ടുന്നുണ്ടായിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുക 5 വോൾട്ട് ആണ് അനലോഗ് ഇൻപുട്ട് എങ്കിൽ റെഫറൻസ് 5 വോൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, -V റെഫറൻസ് -5. 5 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്നായിരിക്കും കിട്ടേണ്ടത്. 1 1 1 1 1 8 ബിറ്റ് ആണെങ്കിൽ FF ആണ് കിട്ടേണ്ടത്. അങ്ങനെയല്ല, തിരിച്ചാണ്. കോംപ്ലിമെന്ററി ഔട്ട്പുട്ടുകളാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡീപ്പർ ആയിട്ട് കാണിച്ചേക്കുന്നത്, ഡാർക്ക് ആൻഡ് ആയിട്ട് കാണിച്ചേക്കുന്നത്. 5 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് നമുക്ക് കിട്ടുക. 0 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 1 1 1 1 1 അഥവാ 7F എന്ന വോൾട്ടേജ് ആണ്, ഡിജിറ്റൽ വേർഡ് ആണ് കിട്ടുക. -5ന് കറസ്പോണ്ടിങ് ആയിട്ട് FF എന്ന ഡിജിറ്റൽ വേർഡ് ആണ് കിട്ടുന്നത്. വൺസ് ഇതിങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബിഫോർ യൂസിങ് ദ ADC ഇൻ ദ പ്രാക്ടിക്കൽ സർക്യൂട്ട്, സം അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ടു ബി ഡൺ. ദീസ് ആർ റെഫേർഡ് ടു ആസ് ദി ഫുൾ സ്കെയിൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സീറോ അഡ്ജസ്റ്റ്മെന്റ്. ഇത് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ട് കൊടുക്കും. എന്നിട്ട് കൺവേർഷൻ ടൈമും സെറ്റിംഗ്സ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇതിൽ കൺവേർട്ട് ചെയ്ത വോൾട്ടേജ് കിട്ടും, ഡിജിറ്റൽ വേർഡ് ആയിട്ട് കിട്ടും. ഈ ഡിജിറ്റൽ വേർഡ് 0 അല്ലെങ്കിൽ ഈ +V റെഫറൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കാലിബ്രേഷൻ പ്രൊസീജിയറാണ്, അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും. So once the digital word corresponding to a 5 volt input of ADC 0800 is not equal to 00 hexadecimal, then an adjustment at the positive reference voltage needed to be undertaken. This procedure is referred to as full scale adjustment. Similarly, if the digital word corresponding to a demo input voltage of 0 volt is different from 7F, then an adjustment of -V reference needed to be performed as long as ADC 0800 is concerned. This is referred to as the zero scale adjustment or zero adjustment. And keep in mind, the output of ADC 0800 will be complementary output. അപ്പോൾ ഒറിജിനൽ ഔട്ട്പുട്ട്, ഒറിജിനൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്ററിലേക്ക് ഈ ഡിജിറ്റൽ വേർഡ് എടുത്ത ഉടനെ തന്നെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് അർത്ഥം. So that's about the internal architecture and block diagram description of ADC 0800.
Now consider the interfacing of ADC 0800 with the microprocessor. ഇത് ശരിക്കും അതിൽ ഏറ്റവും പ്രിമിറ്റീവ് ആണ്. നേരിട്ട് അങ്ങനെ ADC കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഫിസിക്കൽ വേരിയബിളിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുള്ളൂ. അത് സാമ്പിൾ ആൻഡ് ഹോൾഡ് ഒന്നും ഇല്ലാതെ നേരിട്ട് ചെയ്യാൻ പറ്റും എന്നാണ്. പക്ഷെ പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ആ പ്രാക്ടിക്കൽ സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിമിറ്റീവിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇതിന് റെഫറൻസ് വോൾട്ടേജ് വേണ്ടത് പോസിറ്റീവ് റെഫറൻസ് +5, നെഗറ്റീവ് റെഫറൻസ് -5. ഈ ADC നേരിട്ട് മൈക്രോ പ്രോസസറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയില്ല. ഇതൊരു പെരിഫറൽ ഡിവൈസ് ആണ്. അപ്പോൾ മൈക്രോ പ്രോസസറിന്റെ പ്രോഗ്രാമബിൾ പെരിഫറൽ ഡിവൈസ് ആയിട്ടുള്ള 8255 ചിപ്പ് വഴിയാണ് ഇത് കണക്ട് ചെയ്യുക. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ചില സിഗ്നൽസ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ചില സിഗ്നൽസ് ഇത് തിരിച്ച് പ്രോസസറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ട് 8 ബിറ്റ് ഡിജിറ്റൽ വേർഡ് ഇൻപുട്ട് ആയിട്ട് എടുക്കുകയും വേണ്ടി വരും. അപ്പൊ ഈ കണക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ പറയേണ്ടതായിട്ടുള്ളത്. ആദ്യം ഇതിന്റെ റെഫറൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഒരു +12 വോൾട്ട് സപ്ലൈ എടുത്തു. അതിനെ ഒരു 6.9 വോൾട്ട് സെനറുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ സെനറിന് അക്രോസ് 6.9 വോൾട്ട് വരും. ബാക്കി വരുന്ന 5.1 വോൾട്ട് ഈ 2.7 കിലോ ഓം റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. ആ +5.1 വോൾട്ട് ഇവിടെ ഒരു 2 ഓപ്പാമ്പ് കോൺഫിഗറേഷൻസ് ഉണ്ട്. ഈ ഓപ്പാമ്പ് കോൺഫിഗറേഷൻ ഒരു വോൾട്ടേജ് ഫോളോവർ ആണ്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് കൊടുത്തു, ഇൻവെർട്ടിംഗ് ടെർമിനൽ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഇതൊരു വോൾട്ടേജ് ഫോളോവർ ആണ്. വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ഗെയിൻ 1 ആണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള 5.1 വോൾട്ട് അതേപോലെ ഇവിടെയും എത്തും. ആ വോൾട്ടേജ് ആണ് പിൻ നമ്പർ 15 +P റെഫറൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എക്സാക്ട്ലി 5.1 വോൾട്ട്. ചെറിയൊരു ഡ്രോപ്പ് ഇവിടെ സംഭവിക്കാം. അപ്പൊ 5 വോൾട്ട് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ 5 വോൾട്ട് ഇവിടെ വരുന്നത്. നൗ സപ്പോസ് നമ്മള് അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് 5 വോൾട്ട് ഈ ADC 0800 പിൻ നമ്പർ 12 P ഇൻപുട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഡിജിറ്റൽ വേർഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 0000 അല്ല എങ്കിൽ ഈ 1 കിലോ ഓം റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ റെഫറൻസ് വോൾട്ടേജ് എക്സാക്ട്ലി 5 ആക്കും. അപ്പൊ കറസ്പോണ്ടിങ് ഡിജിറ്റൽ വേർഡ് നമുക്ക് 0000 എന്ന് കിട്ടും. ദിസ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് റെഫേർഡ് ടു ആസ് ഫുൾ സ്കെയിൽ അഡ്ജസ്റ്റ്മെന്റ്. 0 കിട്ടാനുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഫുൾ സ്കെയിൽ കോംപ്ലിമെന്ററി എന്നുള്ള ലോജിക്ക് മനസ്സിലാക്കുക. ഫുൾ സ്കെയിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. Now the same 5.1 volt is given to this operational amplifier configuration also. ഈ കോൺഫിഗറേഷൻ നോക്കൂ. ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് സിഗ്നൽ പോയിട്ടുള്ളത്. ആ ഇൻപുട്ട് കൊടുക്കാൻ ഒരു 5 കിലോ ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഫീഡ്ബാക്ക് പാത്തിലും 5 കിലോ ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിന്റെ ഗെയിന് -RF 5 കിലോ ഓം R1 5 കിലോ ഓം -1 ആണ്. അപ്പൊ 5.1 വോൾട്ട് ഇവിടെ വന്നാല് ഇതിന്റെ ഔട്ട്പുട്ടിൽ -5 വോൾട്ട് ആയിരിക്കും വരിക. ദിസ് ഈസ് ഗിവൺ ടു പിൻ നമ്പർ 5 ആസ് -V റെഫറൻസ്. അത് എക്സാക്ട്ലി -5 ആണ് വന്നത് എങ്കിൽ ഇതിന്റെ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് -5 വരുന്ന സമയത്ത് അല്ലെങ്കിൽ 0 വരുന്ന സമയത്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് 7F എന്ന ഡിജിറ്റൽ വേർഡ് ആണ് കിട്ടേണ്ടത്. സപ്പോസ് അത് കിട്ടിയിട്ടില്ല എങ്കിൽ ദിസ് 1 കിലോ ഓം വേരിയബിൾ റെസിസ്റ്റർ will be adjusted till the output digital word becomes 7F corresponding to an input voltage of say 0 volt. This is referred to as the zero adjustment or zero scale adjustment. ഇനി ADCയെ സംബന്ധിച്ചിടത്തോളം കൺവേർഷൻ നടത്താൻ മൈക്രോ പ്രോസസർ ഒരു സ്റ്റാർട്ടപ്പ് കൺവേർഷൻ കൊടുക്കണം. മൈക്രോ പ്രോസസറിന് നേരിട്ട് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പോൾ മൈക്രോ പ്രോസസറിന്റെ പോർട്ട് C ലോവറിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള PC3 വഴിയാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് വീഡിയോ ഈസ് അബൌട്ട് ടു പോസ്റ്റ്. We will have the description in the very next video.